സക്കാത്തിനെ കുറിച്ച് കൂടുതൽ ആലോചനകൾ നടക്കുന്ന ഒരു സമയമാണ്. സക്കാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സക്കാത്ത് പിന്നെ അതിൻ്റെ സാമൂഹ്യമായ പ്രാധാന്യത്തെക്കുറിച്ചും മതത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശാലമായി തന്നെ സക്കാത്തിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു വിശ്വാസിയുടെ വിജയിക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ പറയുന്നിടത്ത് പറയുന്ന ഒരു കാര്യമാണ് വല്ലദീന ഹും ലിസ്സക്കാത്തി ഫായിലൂൻ. അവർ സക്കാത്ത് നൽകാൻ വേണ്ടി അധ്വാനിക്കുന്ന ആളുകളാണ്. അധ്വാനിക്കുക എന്നൊരു പ്രയോഗമാണ് അവിടെ ഉള്ളത്. നമ്മൾ സമ്പന്നനാകുന്നത് സക്കാത്ത് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അത് വിജയത്തിലേക്കുള്ള ഒരു നിദാനമാണ് എന്നാണല്ലോ അതൊക്കെ സൂചിപ്പിക്കുന്നത്. അർത്ഥത്തിൽ സക്കാത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെ വർദ്ധിച്ചു വരുന്ന, അതിനെക്കുറിച്ച് ചർച്ചകൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് സക്കാത്തിൻ്റെ ഒരു പിന്നെ എന്താണ് സക്കാത്ത് എന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു തലത്തിൽ നിന്ന് തന്നെ ചർച്ച തുടങ്ങാം എന്നാണ് കരുതുന്നത്. മനുഷ്യരുടെ ജീവിത വ്യവസ്ഥിതി അള്ളാഹു കൃത്യമായും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ജീവിത വ്യവസ്ഥിതിയെ അള്ളാഹു രൂപപ്പെടുത്തുകയും മനുഷ്യന് വിജയിക്കാൻ ആവശ്യമായ പാരത്രിക ലോകത്ത് വിജയവും ഭൗതിക ലോകത്ത് വിജയത്തിന് ആവശ്യവുമായ ക്രമങ്ങൾ അള്ളാഹു രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവിധാനത്തെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. ഭൗതികമായും പാരത്രികമായും മനുഷ്യന് മോക്ഷം കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി മനുഷ്യൻ്റെ ഉടമ രൂപപ്പെടുത്തിയ സംവിധാനങ്ങൾക്ക് വിധേയപ്പെട്ട് മനുഷ്യൻ ജീവിക്കുക എന്നതാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആപ്റ്റായ വഴി എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ നിയമമായി അള്ളാഹു ആരാധനാകർമ്മങ്ങളെ വെച്ചു. വളരെ പ്രാധാന്യമുള്ള ഒരു ആരാധനാകർമ്മമാണ് സക്കാത്ത് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. സക്കാത്ത് വിശുദ്ധ ഇസ്ലാം നിയമമാക്കുന്നത് കേവലം ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന അർത്ഥത്തിലല്ല, ഒരു ഇബാദത്ത് എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ അടിമയുമായി സൃഷ്ടിയുമായുള്ള ബന്ധം, അടിമക്ക് ഉടമയുമായുള്ള ബന്ധം, ഇതാണ് ആരാധനയിൽ സംഭവിക്കേണ്ടത്. അക്സ ഓയത്തുൽ ഹുലു ഇവത്തദല്ലുൽ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ പരമമായ വിധേയത്വം, പരമമായ വണക്കം. എൻ്റെ ഉടമ എന്നോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഉടമയുടെ പൊരുത്തത്തിന് വേണ്ടി ഞാനത് ചെയ്യും, ഞാൻ അടിമയാണ് എന്ന വിധേയത്വത്തിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിന് വിധേയപ്പെടലുണ്ടാവുക എന്നതാണ് ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ താല്പര്യമെങ്കിൽ ആ അർത്ഥത്തിലുള്ളൊരു വിധേയപ്പെടലാണ് സക്കാത്ത് എന്ന ആരാധനാകർമ്മത്തിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്. ആ അർത്ഥത്തിൽ അവനുണ്ടാകുന്ന ധനത്തിന് അള്ളാഹു നിയമമാക്കിയ നിയമത്തിന് വിധേയമായിട്ട് നിബന്ധനകളൊക്കുമ്പോൾ മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നിശ്ചിത ധനങ്ങളിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ നിശ്ചിത ധനങ്ങളിൽ നിശ്ചിത ഡിമാൻഡുകൾ ഒക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ നിശ്ചിത ആളുകളിലേക്ക് കൊടുക്കുക എന്നതാണ് ഇസ്ലാമിലെ സക്കാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. ദീനുൽ ഇസ്ലാമിൽ ആരെങ്കിലും സക്കാത്തിനെ നിഷേധിച്ചാൽ, സക്കാത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകുമെന്നാണ്. സക്കാത്ത് നിഷേധികളോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ഉടനെ സക്കാത്ത് നിഷേധികൾ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അള്ളാഹു സക്കാത്ത് സ്വീകരിക്കാൻ പറഞ്ഞത്. ഇനി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു പുതിയൊരു ചർച്ചയുമായി വരുന്ന ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അന്നത്തെ മുസ്ലിങ്ങളുടെ ഖലീഫ, വളരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. അള്ളാഹുവിൻ റസൂലിൻ്റെ കാലത്ത് എന്തിനൊക്കെ അവർ സക്കാത്ത് കൊടുത്തിരുന്നു അതെന്തിനാണെങ്കിലും കൊടുക്കേണ്ടി വരും, അതിൽ ഒന്നിനെപ്പോലും ഉപേക്ഷിക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ ഞാൻ അവരോട് പോരാട്ടം നടത്തുമെന്ന് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇസ്ലാമിലെ ആരാധന എന്ന അർത്ഥത്തിൽ നാം സക്കാത്തിനെ കാണുകയും ആ ഒരു വായനയോട് കൂടെ നമ്മുടെ ഈ ചർച്ചയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ സക്കാത്ത് രൂപപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ പരിസരത്തെക്കുറിച്ച്, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച്, ആരാധനയാകുമ്പോൾ നേട്ടങ്ങൾ ഉണ്ട് ഇല്ല എന്ന ചർച്ച മറ്റൊരു തലമാണ്. ആദ്യമായി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളേണ്ട ഭാഗം അടിമ ഉടമയ്ക്ക് വിധേയപ്പെടുന്നു എന്നത് തന്നെയാണ്.
ഇതിലെന്താണ് ലോജിക്ക് എന്നതിന് പ്രസക്തിയൊന്നുമില്ല. അടിമ അവൻ്റെ ഉടമയ്ക്ക് വിധേയപ്പെടുന്നു എന്ന അർത്ഥത്തിൽ ഉടമ നിശ്ചയിച്ച ഡിമാൻഡുകൾ പ്രകാരം നിശ്ചിത സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ അവൻ അള്ളാഹു പറഞ്ഞത് പ്രകാരം തൻ്റെ ഭാഗധേയത്വം നിർവഹിക്കുന്നു, തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന ആദ്യ പരിഗണനയോട് കൂടെ തന്നെ നമുക്കതിൻ്റെ സാമൂഹ്യ തലങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു നോക്കാം. സക്കാത്തിന്റെ ഒരു ചർച്ച നമ്മൾ തുടങ്ങുന്ന സമയത്ത് അത് ഇബാദത്താണ് എന്ന മുഖവിലക്ക് എടുത്തുകൊണ്ടായിരിക്കണം ചർച്ചകളിലേക്കും പോകേണ്ടത്. സക്കാത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും പറയുന്ന ഒരു ധനത്തിന്റെ ഒരു വികേന്ദ്രീകരണം സാധ്യമാകുന്നു, ധനികരിൽ നിന്നും പാവപ്പെട്ട ആളുകളിലേക്ക്. വിശുദ്ധ ഖുർആനിൽ തന്നെ കൈലായക്കൂന ദൂലത്തും ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളുടെ സമ്പത്ത് ധനികരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ചുറ്റുപാട് ഇല്ലാതിരിക്കാൻ വേണ്ടി ധനത്തിന്റെ വികേന്ദ്രീകരണം സാധ്യമാകണം എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് വ്യവസ്ഥകൾ ഇതിനുണ്ട്, നിബന്ധനകളുണ്ട്. നിശ്ചിത ധനങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ, അതേപോലെ തന്നെ നിശ്ചിത വ്യക്തികൾക്ക് ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങി കൃത്യമായ മതത്തിൻ്റെ നിയമങ്ങൾ ഇതിൽ ഓരോന്നിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സാമൂഹ്യമായി ധനത്തിൻ്റെ വികേന്ദ്രീകരണം സാധ്യമാകുന്നു എന്ന ഒരു പോസിറ്റീവ് അതിലുണ്ടാകുന്നതോടൊപ്പം തന്നെ മതത്തിൻ്റെ നിയമങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക എന്ന് പ്രധാനമാണ്. നമുക്ക് ഈ ചർച്ചയിൽ ഒന്നുകൂടെ അതിൻ്റെ ഒരു ആമുഖം എന്ന അർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ ആർക്കൊക്കെ ആയിരിക്കും ഈ സക്കാത്ത് നിർബന്ധമായി വരിക, ഇനി നിർബന്ധമായി വന്നാൽ തന്നെ ആരിലേക്കൊക്കെ ആയിരിക്കും ഇത് കൊടുക്കേണ്ടി വരിക എന്ന ആ ഒരു ഭാഗം കൂടെ നമുക്കൊരു ആമുഖം എന്ന അർത്ഥത്തിൽ പറയാൻ തോന്നുന്നു. 8 ഇനം വസ്തുക്കളിൽ പ്രത്യേകം അള്ളാഹു നിശ്ചയിച്ച അവകാശികളായ 8 ഇനം ആളുകൾക്ക് കൊടുക്കുമ്പോഴാണ് സക്കാത്ത് സംഭവിക്കുന്നത്. കേവല ധനവിനിയോഗമല്ല. ഇപ്പോൾ ഉൽഹിയത്ത് എന്ന് പറയുന്ന ആരാധനാകർമ്മമുണ്ടല്ലോ, അത് ബലിപെരുന്നാളിൻ്റെ അന്ന് ദുൽഹിജ്ജ 10, അതിനോട് തുടർന്ന് വരുന്ന അയ്യാമുത്ത് ശരീക്കിൻ്റെ ദിവസങ്ങൾ, ആ ദിവസത്തിൽ നിശ്ചിത സ്വഭാവമുള്ള മൃഗത്തെ നിശ്ചിത രൂപത്തിൽ അറവ് നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഉൽഹിയത്ത്. അല്ലാത്തൊരു അറവ് അവിടെ നടന്നു, അതിൻ്റെ മുമ്പ് നടന്നു, അല്ലെങ്കിൽ ശേഷം നടന്നു, അറവ് നടക്കുന്നുണ്ട്, മാംസം കിട്ടുന്നുണ്ട്, മാംസം വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഉൽഹിയത്ത് എന്ന് പറയുന്ന ആരാധനയാകുന്നില്ല, ആ അർത്ഥത്തിലുള്ള പുണ്യകർമ്മമായി അത് സംഭവിക്കുന്നില്ല. പുണ്യകർമ്മമാവാം, സ്വതക്ക കൊടുക്കലാവാം, അതൊക്കെയും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആരാധന കൃത്യമായും അത് പറഞ്ഞ സ്വഭാവത്തിൽ തന്നെ ചെയ്യുക എന്നതാണല്ലോ ആരാധനയുടെ സ്വഭാവം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കലും അത് ശ്രദ്ധിക്കലും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 ഇനം വസ്തുക്കളിലാണ് അള്ളാഹു ഈ സക്കാത്ത് എന്നതിനെ നിർബന്ധമാക്കുന്നത്. പ്രധാനമായും സ്വർണം, വെള്ളി എന്ന് പറയുന്ന നാണയങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങൾ, പഴങ്ങളിൽ നിന്ന് ഈത്തപ്പഴം, മുന്തിരി, അതുപോലെ തന്നെ ആട്, മാട്, ഒട്ടകം. ഇതിലാണ് അള്ളാഹു ഈ പറഞ്ഞ 8 ഇനം ധനങ്ങളിലാണ്, സമ്പത്തുകളിലാണ് അള്ളാഹു സക്കാത്തിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെയും നമ്മുടെ നാട്ടിൽ പൊതുവിൽ ഇന്നുള്ളത് കാര്യമായും പണവുമായി ബന്ധപ്പെട്ടുള്ള അഥവാ നഖ്ദൈനിയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണം, വെള്ളി റിലേറ്റഡായിട്ടും അതുപോലെ തന്നെ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ തരത്തിലുള്ളതാണ് പ്രത്യേകിച്ചും കൂടുതൽ നമുക്കിന്ന് നമ്മുടെ കാലത്ത് ചർച്ച ചെയ്യാനുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും വേണ്ടത്ര തന്നെ ഈത്തപ്പഴം, മുന്തിരിയൊന്നും നമ്മുടെ നാട്ടിൽ ആ അർത്ഥത്തിലില്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വസ്തുക്കളിൽ, ഈ അവൈലബിളായ വസ്തുക്കളിൽ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നതാണ്. അള്ളാഹു പറഞ്ഞത് 8 വിഭാഗം ആളുകളാണ്. ആ 8 വിഭാഗം ആളുകളിൽ നാട്ടിൽ അവൈലബിളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സക്കാത്ത് സ്വീകരിക്കാൻ അവകാശികളായി ഇന്ന് ലഭ്യമായിട്ടുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അവകാശികളെ പരിചയപ്പെടുത്തുന്നിടത്ത് ഒന്ന് ഫക്കീറിനെയാണ് അള്ളാഹു പറയുന്നത്. ഫക്കീർ, മിസ്കീൻ രണ്ടും ദരിദ്രരായിട്ടുള്ള ആളുകളാണ് എന്നർത്ഥം. ദാരിദ്ര്യത്തിൻ്റെ കടുപ്പം കൂടുമ്പോൾ ഫക്കീറും, അത് കുറച്ചുകൂടി കുറയുമ്പോൾ മിസ്കീനാവുകയും ചെയ്യുന്നു എന്ന് മാത്രം. എല്ലാവരും അടിസ്ഥാനപരമായി ദരിദ്രരാണ് എന്നർത്ഥം. പിന്നെ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വ്യവസ്ഥാപിത ഭരണ സംവിധാനമുള്ളിടത്ത് ഭരണാധികാരി നിയമിക്കുന്ന സക്കാത്ത് കൊടുക്കാൻ വേണ്ടി, ഭരണാധികാരി സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സക്കാത്തിൻ്റെ ആമിലുകൾ എന്ന് പറയുന്നത്. അവർക്ക് സക്കാത്തിന് അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വ്യവസ്ഥാപിത ഭരണമില്ല, ഇസ്ലാമിക ഭരണമില്ല.
ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണാധികാരി സക്കാത്തിന് വേണ്ടി നിയമിക്കുന്നവരാണ് ആമിലുകൾ എന്നതുകൊണ്ട് തന്നെ അത്തരം ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് ഈ 8 അവകാശികളിൽപ്പെട്ട ഈ വിഭാഗം ഇന്ന് ഏതായാലും നമ്മുടെ നാട്ടിൽ സക്കാത്ത് സ്വീകരിക്കാനില്ല എന്നതാണ്. അതുപോലെ മറ്റൊരു അവകാശികളായി പരിചയപ്പെടുത്തുന്നത് മുഅല്ലഫത്ത് കുലൂബാണ്. ഇസ്ലാമിലേക്ക് ഹൃദയം ചേർത്ത് പിടിച്ച മനുഷ്യർ, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ സൗന്ദര്യത്തെയും സത്യത്തെയും അതിൻ്റെ സൗരഭ്യത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ മതത്തിലേക്ക് കടന്നു വന്ന ആളുകൾ, അവരെ ചേർത്ത് പിടിക്കുകയാണ് ഈ ഇസ്ലാം എന്ന മതം. ആ അർത്ഥത്തിൽ മുഅല്ലഫത്ത് കുലൂബിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ മോചനപത്രം എഴുതപ്പെട്ട അടിമകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ദീനിയായ പൊതുവായ മസ്ലഹത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ കടം വാങ്ങി കടക്കാരായിട്ടുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അവകാശികളായി പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളാണ്. അതും ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തിൻ്റെ കീഴിൽ മാത്രം സംഭവിക്കേണ്ട കാര്യമാണ്. ആർക്കും അങ്ങനെ ജിഹാദ് ചെയ്യാനൊന്നുമുള്ള അധികാരമില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഒരു കൃത്യമായൊരു സംവിധാനം ഉണ്ടാവുകയും ആ സംവിധാനം നിയമിക്കുന്ന പ്രത്യേക ആളുകളുമാണ് ആ പറഞ്ഞതുകൊണ്ട് താല്പര്യപ്പെടുന്നത്. ആ അർത്ഥത്തിലുള്ള ആളുകളും ഇന്ന് അവകാശികളായി നമ്മുടെ നാട്ടിലില്ല. 8ാമത്തെ അവകാശികൾ യാത്രക്കാരാണ്. ഇതിൽ പ്രധാനമായും നമുക്ക് ഇന്ന് എത്തിക്കാൻ പറ്റുന്ന അവകാശികൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഫക്കീർ, മിസ്കീന്, അതുപോലെ തന്നെ കടക്കാർ, പുതുമുസ്ലിങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളവരാണ് പ്രധാനമായും നമ്മുടെ നാട്ടിൽ അവകാശികളായി എത്തിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ പുതിയ കാലത്തുള്ള വായനകളിൽ വളരെ വിശാലമായി അതിൻ്റെ സാധ്യതയെ കൊണ്ടുപോകുന്നുണ്ട്. അത് പറഞ്ഞതിൽ അതിൽ പ്രശ്നം ഉണ്ടാവുമെന്നാണ് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണം, ഫീ സബീലില്ലാഹിയെ പറയുന്ന സമയത്ത് നന്മ, സമൂഹത്തിൻ്റെ നന്മ ഉദ്ദേശിക്കുന്നതെല്ലാം അതിൽ ഉൾപ്പെടും. ശരിക്കും അത് ആ സമയത്ത് ആലോചിച്ചു പോകുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഫക്കീർ മിസ്കീനൊക്കെ അതിൽ പെടുമല്ലോ. ഫീ സബീലില്ലാഹി എന്ന ഒരൊറ്റ ഇനത്തിൽ തന്നെ എല്ലാവരും ഉൾപ്പെടുന്നവരും എല്ലാവരും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഫീ സബീലില്ലാഹിയെയും ആമിലിനെയും ഒക്കെ വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിനെ ശരിക്കും നമ്മളൊന്നുകൂടെ കൃത്യതപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ പുതിയ കാലത്തുള്ള വിതരണ രീതിയിലേക്ക് പോകാൻ തോന്നുന്നു. നമുക്ക് എന്താണ്, ആരൊക്കെയാണ് അവകാശികൾ, നിലവിൽ നമുക്ക് ലഭ്യമായ അവകാശികൾ ആരൊക്കെയാണ്, പുതിയ കാലത്ത് ഏതൊക്കെ സ്വത്തുകളിലായിരിക്കും പ്രധാനമായും നമ്മുടെ നാട്ടിൽ സക്കാത്ത് വരിക എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൻ്റെ ഇനി വിതരണത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ സാധ്യമാകുന്ന വഴികൾ എന്തൊക്കെയാണ്? പലരും പല രൂപത്തിൽ നമ്മളെ സമീപിക്കാറുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ സക്കാത്തിനെ കൊടുത്തുവിട്ടാൻ സാധിക്കുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സക്കാത്ത് ഇബാദത്താണെങ്കിൽ ഇബാദത്ത് അള്ളാഹു ആണ് അതിൻ്റെ തീർപ്പ് പറയേണ്ടത്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ നസ്സലഹു റൂഹുൽ അമീൻ. മതത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, അള്ളാഹു പറഞ്ഞത് കേൾക്കുക. അപ്പോൾ ഒരു വിശ്വാസിയുടെ മുന്നിൽ എന്താണ് ശരിയെന്ന് ചോദിച്ചാൽ, എന്താണോ അള്ളാഹു ശരിയെന്ന് പറഞ്ഞത് അത് മാത്രമാണ് ശരി. ഏത് ആംഗിളിൽ അതിനെ ആലോചിച്ചാലും അള്ളാഹു എന്താണോ ശരിയെന്ന് പറഞ്ഞത് അത് മാത്രമേ വിശ്വാസിയുടെ മുന്നിൽ ശരിയുള്ളൂ. അതുപോലെ എന്താണ് തെറ്റ്, അള്ളാഹു എന്താണോ തെറ്റ് എന്ന് പറഞ്ഞത് അതാണ് വിശ്വാസിയുടെ മുന്നിൽ തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്ന ആരാധന അത് അതിൻ്റെ സ്വഭാവത്തിൽ നിർവഹിക്കണമെന്ന് അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആരാധനയെ കൃത്യമായും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു വഴി, വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അതിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ പഠിപ്പിച്ചു തന്നതിനെ സ്വീകരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ വഴിയിൽ നിന്ന് ആരെങ്കിലും മാർഗഭ്രംശം സംഭവിച്ചാൽ, എത്ര പുതിയ വ്യാഖ്യാനം നെയ്തെടുത്താലും ഈ വഴിയാണ് നമ്മുടെ വഴി. ഒമയുഷാഖിക്കർ റസൂല മിംബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവും റസൂലും നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു മാർഗമുണ്ട്. ആ മാർഗം സ്വീകരിക്കാൻ തീർച്ചയായും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ സക്കാത്ത് വിതരണം ചെയ്യുന്നതിന് അള്ളാഹു നിശ്ചയിച്ച രീതികൾ 3 രീതികളാണ്. ഒന്നാമത്തെ രീതി, മുസ്ലിം ഭരണാധികാരിയുള്ളിടത്ത്, ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിം ഭരണാധികാരിയെ
സക്കാത്ത് വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക എന്നതാണ്. അവിടെ തന്നെയും നമുക്ക് ചില ചർച്ചകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ധനത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. പ്രത്യക്ഷ ധനം എന്ന് പറയുന്ന ധനമുണ്ട്, പരോക്ഷ ധനം എന്ന് പറയുന്ന ധനമുണ്ട്. ഭരണാധികാരിയെ എല്ലാ ധനവും ഏൽപ്പിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ചർച്ചയുണ്ട്. അപ്പോൾ ഭരണാധികാരിയെ ഏൽപ്പിക്കുക എന്നതാണ് രീതികളിൽ ഒന്നാമത്തെ രീതി. അങ്ങനെ ഭരണാധികാരിയെ വിശ്വാസി ഏൽപ്പിക്കലോടുകൂടെ അയാളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സക്കാത്ത് നിർബന്ധമായ നിശ്ചിത ധനങ്ങളിൽ ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞതുപ്രകാരം അയാൾ ആ ഭരണാധികാരിയെ ഏൽപ്പിക്കലോടുകൂടെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. ഇനി ഭരണാധികാരിയാണ് അത് നിർവഹിക്കേണ്ടത്. ഭരണാധികാരിയുടെ പ്രതിനിധിയെ ഏൽപ്പിക്കലും സമാനമാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ അവകാശികളുടെ കൂട്ടത്തിൽ പറഞ്ഞ ആമിലാണ് ഈ പ്രതിനിധി എന്ന് പറയുന്നത്. ഭരണാധികാരിയെ നേരിട്ട് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അഭികാമ്യമെന്നും കർമ്മശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭരണാധികാരിയുടെ പ്രതിനിധിയെ ഏൽപ്പിക്കുകയും ആ പ്രതിനിധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും ഭരണാധികാരിയെ ഏൽപ്പിച്ചതുപോലെയാണ്. അഥവാ ഈ പ്രസ്തുത വ്യക്തി സക്കാത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകും. ഒന്നാമത്തെ രീതി അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം സ്വന്തമായി വിതരണം നടത്തുക എന്നതാണ്. രണ്ടാമത്തെ രീതിയിൽ അങ്ങനെയാണുള്ളത്. മൂന്നാമത്തെ രീതി മറ്റൊരാളെ ഏൽപ്പിക്കുക. എനിക്ക് നിർബന്ധമായ സക്കാത്തുണ്ട് എൻ്റെ ധനത്തിന്, അപ്പോൾ എനിക്കെന്തെങ്കിലും അസൗകര്യങ്ങളുണ്ട്, പ്രയാസമുണ്ട്, ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. ഇസ്ലാം മനുഷ്യന് കുറച്ചുകൂടി എളുപ്പമുള്ള വഴികൾ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിതരണം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വക്കാലത്ത് ചെയ്യുന്നതോടുകൂടെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അദ്ദേഹം ഞാൻ ഏൽപ്പിച്ചത് പ്രകാരം എൻ്റെ ധനത്തിൻ്റെ സക്കാത്ത് കൊടുത്ത് വീട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ മൂന്ന് രീതികൾ അല്ലാതെ ഇസ്ലാമിക ശരീഅത്തിൽ സക്കാത്ത് വിതരണം ചെയ്യാനുള്ള വഴികൾ ഇല്ല എന്നതാണ്. ഇത് കൃത്യമാണല്ലോ. എല്ലാ ജനങ്ങളിലേക്കും എത്താൻ പറ്റുന്ന വഴിയുണ്ട്. അതുപോലെ അവരുടെ സക്കാത്തിൻ്റെ ധനത്തെ വളരെ കൃത്യമായി വിനിയോഗിക്കാൻ അഥവാ അവകാശികളിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടെ അവർ സ്വന്തമായി വിതരണം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ നാട്ടിലെ അവകാശികൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കി പഠിച്ച് ആ രീതിയിൽ അവർക്ക് അത് എത്തിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു കൃത്യമായ വഴിയാണ് ഈ പറഞ്ഞ വഴികൾ. ഈ മൂന്ന് വഴികളാണ് അതിനുള്ളത്. അതുകൂടെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ശരിക്കും രണ്ട് വഴികളാണുള്ളത് എന്ന് പറയാം. ഒന്നുകിൽ അത് നമ്മൾ നേരിട്ട് കൊടുക്കുന്നു, അവകാശികളെ കണ്ടെത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തനായ ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ധനം കൊടുത്ത് സക്കാത്ത് കൊടുത്ത് വീട്ടിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ രീതി ഇതാണ്. അതെ, ഈ ചർച്ച വരുന്ന സമയത്ത് പൊതുവെ നമ്മുടെ നാട്ടിൽ ചിലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്നാലും ഒരു കമ്മിറ്റി, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, ഒരു സംഘം, ആ സംഘത്തിന് കൊടുത്ത് വീട്ടണം, അങ്ങനെ വീട്ടുമ്പോൾ മാത്രമേ നിങ്ങളുടെ സക്കാത്ത് വീടുകയുള്ളൂ എന്ന അർത്ഥത്തിലുള്ള വായനകൾ, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന അർത്ഥത്തിലുള്ള വായനകൾ. എനിക്ക് തോന്നുന്നു അതിനെ നമുക്കൊരു മൂന്നായിട്ട് ആ പ്രശ്നത്തെ ഒന്ന് വിശദീകരിച്ച് പറയാമെന്ന് തോന്നുന്നു. ഒന്ന്, ഇത്തരം ഇടങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്നതിലെ പ്രശ്നങ്ങൾ, ശരികൾ തെറ്റുകൾ എന്തൊക്കെയാണ്? രണ്ടാമത്, കൊടുക്കുന്ന സമയത്ത് അവരുടെ വിതരണത്തിൽ ഉണ്ടാകാൻ പോകുന്ന തെറ്റുകൾ എന്തൊക്കെയായിരിക്കും? മൂന്നാമത്, അവരുടെ കണ്ടെത്തുന്ന അവകാശികളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരിക്കും ഒരുപക്ഷെ ഇതുവരെ. ഇതിനെ എങ്ങനെയായിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുക? നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മൂന്ന് രീതികളാണുള്ളത്. അതിൽ ഇസ്ലാമിക രാജ്യമില്ല, ഇസ്ലാമിക രാജ്യ സംവിധാനം വ്യവസ്ഥിതി നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് രണ്ട് രീതികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതികളിൽ നിർവഹിക്കാൻ പറ്റുന്നതുമാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രീതിയിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലേക്ക് ചെല്ലുന്നതിന് വലിയ അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ ഇപ്പോൾ പറയേണ്ടത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണകൂടം ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും ഇസ്ലാമിക ഭരണാധികാരിക്ക് സക്കാത്ത് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റുന്നത് പ്രത്യക്ഷ ധനങ്ങളുടെ സക്കാത്താണ്. പ്രത്യക്ഷ ധനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആട്, മാട്, ഒട്ടകങ്ങൾ അഥവാ മൃഗങ്ങളുടെ ഒരു ഇനം, അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷികൾ, അതുപോലെ പഴങ്ങൾ, കെനികൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യക്ഷ ധനങ്ങൾ എന്നതുകൊണ്ട് താല്പര്യപ്പെടുന്നത്. ഇത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ വിസിബിളാണ്, കാര്യങ്ങൾ എളുപ്പമാണ്, അവർക്ക് മനസ്സിലാകും. ഇന്ന ആളുകളുടെ അടുത്ത് ഇന്നതൊക്കെ ഉണ്ട് എന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ധനത്തിലുള്ള സക്കാത്ത്
കൊടുക്കാൻ വേണ്ടി ഭരണാധികാരിയെ ഏൽപ്പിക്കണം. ഭരണാധികാരിക്ക് ആ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ വിടാം. അവർക്ക് നേരിട്ട് മുതലാളിയോട്, സമ്പന്നനോട് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റും. എന്നാൽ പരോക്ഷ ധനങ്ങളിൽ ഇസ്ലാമിക ഭരണ സംവിധാനം ഉള്ളിടത്ത് യഥാർത്ഥ ഖലീഫ, ഇമാമ് എന്നൊക്കെ പറയുന്ന ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് തന്നെ പരോക്ഷ ധനങ്ങളിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പരോക്ഷ ധനങ്ങളുടെ സക്കാത്ത് അദ്ദേഹം വാങ്ങാൻ പാടില്ല. പരോക്ഷ ധനങ്ങൾ എന്നതിൻ്റെ താല്പര്യം സ്വർണം, വെള്ളി, നഖ്ദൈനി എന്ന് പറയുന്ന നാണയങ്ങൾ, അതുപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കച്ചവട ചരക്കുകളെ പരോക്ഷ ധനത്തിലാണ് എണ്ണിയിട്ടുള്ളത്. എല്ലാ ചരക്കുകളും ഒരുപക്ഷെ അയാൾ കച്ചവടത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് എന്ന് ഉണ്ടാവണമെന്നില്ലല്ലോ. എല്ലാ ചരക്കും കച്ചവടത്തിന് വേണ്ടി അയാൾ റെഡിയാക്കിയതാണ് എന്ന് പറയാൻ പറ്റൂലല്ലോ. കച്ചവട ചരക്കാകുന്നത് കച്ചവടം ഉദ്ദേശിച്ച് അയാൾ അതിനെ പെരുമാറാൻ തുടങ്ങുമ്പോഴാണല്ലോ. കച്ചവടം ഉദ്ദേശിക്കുന്നു എന്നതാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പ്രസ്തുത വസ്തു കച്ചവട ചരക്കല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ പരോക്ഷ ധനങ്ങളുടെ വിഭാഗത്തിലാണ് എണ്ണിയിട്ടുള്ളത്. പിന്നെ നിധികളാണ്, അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തിനെയും ഈ ഇനത്തിലാണ് എണ്ണിയിട്ടുള്ളത്. ഈ പരോക്ഷ ധനങ്ങളിലെ സക്കാത്ത് ഇസ്ലാമിക ഭരണാധികാരിക്ക് വാങ്ങാൻ പാടില്ല എന്നാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മളെ നാട്ടിൽ ഇന്ന് എന്തിനാണ് കാര്യമായി സക്കാത്ത് കൊടുക്കാനുള്ളത്? ഭരണാധികാരി ഉള്ളിടത്താണ്. നമ്മളെ നാട്ടിൽ ഇന്ന് എന്തിനാ സക്കാത്ത് കൊടുക്കാനുള്ളത്? കാര്യമായി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നാണയങ്ങളുടെ സക്കാത്താണ്, അഥവാ നഖ്ദൈനിയുടെ സക്കാത്താണ്. അതുപോലെ തന്നെ കച്ചവട ചരക്കുകളുടെ സക്കാത്താണ്. അപ്പോൾ ഈ പറയുന്ന വസ്തുക്കളുടെ സക്കാത്ത് ഇസ്ലാമിക ഭരണാധികാരിക്ക് തന്നെ വാങ്ങാൻ അർഹതയില്ലെങ്കിൽ അത് ഇസ്ലാമിക രാജ്യത്ത് എന്താണ് ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഖലീഫമാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അത് അവർ തന്നെ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അഥവാ വസ്തുവിൻ്റെ, സമ്പത്തിൻ്റെ ഉടമ അതിനെ വിതരണം ചെയ്യുന്നു. അപ്പോൾ സമ്പത്തിൻ്റെ ഉടമയാണ് അത് വിതരണം ചെയ്യേണ്ടത് എങ്കിൽ വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ നിന്ന് ഇത് ഒരു സംഘം സ്വീകരിക്കുകയും എന്നിട്ട് അവർക്ക് വേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ആരാണ് സക്കാത്തിൻ്റെ അവകാശികൾ എന്നൊന്നും മനസ്സിലാക്കാതെ ഒരു പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ഉപകാരം കിട്ടുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് കൊണ്ട് സമൂഹത്തിന് കാര്യം ഉണ്ടാവും. പക്ഷേ ഒരുപാട് തൊഴിലവസരങ്ങൾ ഒരുക്കുക, ഭവന നിർമ്മാണം. ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തൊഴിലില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അന്നും ഈ പദ്ധതികളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ കൂടി അവകാശികളെ കൃത്യമായി നിജപ്പെടുത്തുകയും അതിന്റെ വിതരണ ശൈലിയെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം കൂടെ, ഇവരുടെ ഇത്തരം ഇടങ്ങളിൽ നിന്ന് വരുന്ന എഴുത്തുകളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അവർ സക്കാത്ത് ചെലവഴിക്കുന്ന ഒരു ഭാഗം മെഡിക്കൽ പെൻഷനാണ്. മെഡിക്കൽ പെൻഷൻ എന്ന് പറയുന്നത് ഓരോ മാസവും നമ്മൾ ഓരോ ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, 1000, 2000. അപ്പൊ ഞാൻ എൻ്റെ സക്കാത്ത് വീടാൻ വേണ്ടി ഇത്തരം ഒരു ഇടത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ സക്കാത്ത് വീടുന്നത് 1 വർഷവും 2 വർഷവും കഴിഞ്ഞായിരിക്കും. കാരണം മെഡിക്കൽ പെൻഷൻ ഒറ്റയടിക്ക് കൊടുക്കാൻ സാധിക്കില്ല. സക്കാത്ത് പെട്ടെന്ന് തന്നെ വീടണമെന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരം ഇടങ്ങളിലേക്ക് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് അതിങ്ങനെ നീണ്ടു പോകുന്നു. ഇവിടെ ഇവർ വളരെ നമുക്കെതിരെ അല്ല, ഇത്തരം വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്കെതിരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് നമ്മളതിൽക്ക് അസൂയ വരുന്നു, നമ്മൾക്കതിൽക്ക് ഒരു വെപ്രാളം ഉണ്ടാകുന്നു. എന്തിനാണ് ഇത്തരത്തിൽ ഭവനം കിട്ടുന്ന ഭവനത്തെ, അത്തരം പദ്ധതികൾ എന്തിനാണ് എതിർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ അവർ സംസാരിക്കാറുണ്ട്. ശരിക്കും സുന്നികളാണല്ലോ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുന്ന ഒരു സംഘം എന്ന് പറയുന്നത്. സക്കാത്തിനപ്പുറമുള്ള സാധ്യതകൾ, സ്വതക്ക, വഖഫ്, പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാ സാധ്യതകളും, സമ്പന്നൻ്റെ ബാധ്യതകൾ. സമൂഹത്തിൽ സമ്പന്നനായ ഒരാളുണ്ടെങ്കിൽ സക്കാത്തിനപ്പുറം അയാൾക്ക് ബാധ്യതയുണ്ട്. 1 വർഷത്തേക്കുള്ള ധനം തൻ്റെയും ആശ്രിതരുടെയും ചെലവ് കഴിച്ച് ബാക്കി അയാളുടെ കയ്യിലുണ്ടെങ്കിൽ, നാട്ടിലൊരു ദരിദ്രനുണ്ടെങ്കിൽ അയാൾക്ക് സമ്പത്ത് വികേന്ദ്രീകരിക്കുക എന്നുള്ളത് അയാളുടെ ബാധ്യതയാണ്. തുടങ്ങിയ ഒരുപാട് ഫിഖിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സുന്നികൾക്ക് ഈ പദ്ധതികൾക്ക് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ എല്ലാം കൂടെ സക്കാത്തിലേക്ക് ചുരുക്കിക്കെട്ടി ഇസ്ലാമിൻ്റെ വിശാലമായ ആ സാധ്യതയെ മുഴുവൻ പദ്ധതികളും സക്കാത്തിൻ്റെ ഉള്ളിലേക്ക് ചുരുക്കിക്കെട്ടി അവതരിപ്പിക്കുന്ന ഒരു നിർമ്മാണം ശരിക്കും എനിക്കൊരു രാജ്യം നിർവഹിക്കുന്ന ഒരു ദൗത്യം.
ആ ദൗത്യത്തിലേക്കാണല്ലോ ഈ സക്കാത്തിൻ്റെ പദ്ധതികൾ പോകുക. അതിലൊരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും ആ പ്രശ്നം ആർക്കും വ്യക്തമാണല്ലോ. നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ ആ കാര്യം വളരെ വ്യക്തമായിട്ട്, അഥവാ ഇത് ശരിയായ രീതിയല്ല എന്ന് വളരെ പെട്ടെന്ന് ആർക്കും ബോധ്യപ്പെടും. കാരണം ഇസ്ലാമിക ഭരണമുള്ളിടത്ത് പോലും ഇസ്ലാമിക ശരീഅത്ത് ഈ പരോക്ഷ ധനത്തിലേക്ക് പോകുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഭരണാധികാരിക്ക് അത് വാങ്ങേണ്ടതില്ല, ഭരണാധികാരി ആ സക്കാത്ത് ഭരണാധികാരിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ എത്ര കൃത്യമായാണ് ഇസ്ലാം ഒരു സംവിധാനത്തെ കാണുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരാളുടെ ഒരു പ്രൈവസിക്ക്, അയാളുടെ സ്വകാര്യതക്ക് എത്ര വലിയ വിലയാണ് കൊടുക്കുന്നത്. പ്രത്യക്ഷധനങ്ങൾ സ്വാഭാവികമായും വിസിബിളാണല്ലോ അത്. പക്ഷേ ഈ പരോക്ഷധനങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ പ്രൈവസിയിൽ കൈയിടേണ്ടതില്ല എന്ന അർത്ഥത്തിൽ വളരെ സൂക്ഷ്മത മതത്തിനുണ്ട്. ആ അർത്ഥത്തിൽ മതം ഒരു കാര്യത്തെ കണ്ടുവരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മതവീക്ഷണം സ്വീകരിക്കുക എന്നത് മാത്രമാണ്. ഇത് സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം ശ്രമങ്ങൾ. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ കൂടി നമുക്കതിനെ വായിക്കാൻ പറ്റും. പ്രത്യക്ഷധനം ജനങ്ങളോട് ആവശ്യപ്പെടാൻ ഇമാമിന് അധികാരമുണ്ടെങ്കിൽ ഈ പരോക്ഷധനം സ്വീകരിക്കാൻ ജനങ്ങളോട് അതിൻ്റെ സക്കാത്ത് തരണമെന്ന് പറയാൻ ഇമാമിന് അധികാരമില്ല. പക്ഷെ അവിടെയും ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളിതിനെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പരോക്ഷധനം ഉണ്ട്, അദ്ദേഹം അശ്രദ്ധയായിക്കൊണ്ട് അല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം സക്കാത്ത് കൊടുക്കാത്തൊരു സ്ഥിതിവിശേഷത്തിലെത്തുമ്പോൾ ഭരണാധികാരിക്ക് പറയാൻ പറ്റും, നീ സക്കാത്ത് കൊടുക്കണം, നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അംറു ബിൽ മഅറൂഫ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ബാധ്യതയുണ്ട്, അത് നിർവഹിക്കണം. അത് ഇമാമിന് എന്നല്ല, എല്ലാവർക്കും അത് പറയാൻ പറ്റും. അവകാശികളായ ആളുകളെയും സക്കാത്ത് നിർബന്ധിതരായ ആളുകളെയും പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കുന്ന സംഘാടനമൊക്കെ. അതെ, തീർച്ചയായിട്ടും. അതെ, ആ തരത്തിലുള്ളൊരു സംഗതിയാണുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ വരുന്നു. അഥവാ ഇസ്ലാമിക രാജ്യമുള്ളിടത്ത അവസ്ഥ ഇതാണെങ്കിൽ, ഇസ്ലാമിക ഭരണ സംവിധാനം ഇല്ലാത്തിടത്ത് ഏതർത്ഥത്തിലാണ് കമ്മിറ്റികൾക്ക് സക്കാത്ത് സ്വീകരിക്കാനും അവർക്ക് തോന്നിയതുപോലെ അതിനെ ചെലവഴിക്കാനും പറ്റുന്നത്? ഒരിക്കലും ഈ സമ്പന്നൻ്റെ ബാധ്യത അവിടെ വീടുന്നില്ല എന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശരിയത്തുൽ ഇസ്ലാമാണ് വഴി കാണിച്ചു കൊടുക്കേണ്ടത്. ശരിയത്തുൽ ഇസ്ലാം കാണിച്ച വഴിയിൽ അയാളുടെ ധനത്തിൻ്റെ സക്കാത്ത് അവകാശികളെ കണ്ടെത്തി അവകാശികൾക്ക് കൊടുക്കണമെന്ന് കൃത്യമായ നിബന്ധനയുണ്ട്. അല്ലെങ്കിൽ അയാളുടെ വക്കീൽ, അഥവാ അയാൾ ആരെയാണോ ഏൽപ്പിക്കുന്നത് അയാൾ കൊടുക്കണം എന്ന കൃത്യമായ നിബന്ധനയുണ്ട്. അതുകൊണ്ട് തന്നെ നിബന്ധന പാലിക്കാത്തത് കൊണ്ട്, പറയപ്പെട്ട നിബന്ധന പാലിക്കപ്പെടാത്തത് കൊണ്ട് ഈ പറഞ്ഞ കമ്മിറ്റി സക്കാത്തുകളാണെങ്കിലും ഏത് പ്രയോഗം ഉപയോഗിച്ചാലും ഈ സക്കാത്തുകൾ സാധുവാകുന്നില്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ധനം അഥവാ ധനത്തിൻ്റെ ബാധ്യത വീടാതെ അവരുടെ മേൽ അത് ബാധ്യതയായി കൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഒരു ഇബാദത്തിനെ നശിപ്പിക്കുന്നു എന്നതാണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്. ഇബാദത്ത് എന്ന വിഷയത്തിൽ ഇതിനെ ഗൗരവമായിട്ട് തന്നെ സമീപിക്കണം എന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്നത്. പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ള കമ്മിറ്റി സമ്പ്രദായങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ദരിദ്രരായ ആളുകൾ പോലും ആ അവകാശത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ ഇതിൽ അവസാനമായി ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ തോന്നിയ ഒരു കാര്യം, ഇത്തരം പദ്ധതികൾ അവതരിപ്പിക്കുന്ന സമയത്ത് പൊതുവെ അതുണ്ടാക്കി തീർക്കുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. അഥവാ സമൂഹത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഇതിലൂടെ സാധ്യമാകുന്നു. നമ്മൾ ദരിദ്രരുടെ കയ്യിൽ നേരിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ അവരത് പല രൂപത്തിലും ചെലവഴിച്ചേക്കാം. അങ്ങനെയാകുമ്പോൾ സമൂഹത്തിൻ്റെ ഉന്നമനം സാധ്യമല്ല. ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബജറ്റൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള പദ്ധതികൾ കാണാം. ഒന്നുകിൽ പണം നേരിട്ട ആളുകൾ, ഇപ്പോൾ ഈ കർഷകർ വലിയ സമരം നടത്തിയ സമയത്ത് കോവിഡിൻ്റെ കാലത്തായിരുന്നു, അന്നൊരു മിനി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിലൊരു പദ്ധതി എന്ന് പറയുന്നത് കർഷകരുടെ കയ്യിൽ 6000 രൂപ കൊടുക്കുക എന്നുള്ളതായിരുന്നു. കർഷകരുടെ കയ്യിൽ നേരിട്ട് പണം നൽകുക എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ കർഷകരുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമൊക്കെ വികസിപ്പിക്കുന്ന പദ്ധതികൾ വേറെയുണ്ട്. ഇതിന് രണ്ടിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒന്നാമത്തെ പദ്ധതി, അഥവാ നേരിട്ട് പണം ഡീസെൻട്രലൈസ് ചെയ്യുക എന്നുള്ളത്, ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ജോൺ മെയ്നാർഡ് കെയ്ൻസ് വലിയ 1929 സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ ഉടനെ ആഗോളതലത്തിൽ അറിയപ്പെട്ട ഒരാൾ കൂടെയാണ്.
അദ്ദേഹം പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് അടക്കമുള്ള. അതിൽ അയാൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പണത്തിൻ്റെ വികേന്ദ്രീകരണം സാധ്യമാകുക, വലിയവരുടെ സമ്പന്നരുടെ കയ്യിൽ നിന്ന് ദരിദ്രരിലേക്ക് പണം എത്തുക എന്നുള്ളതാണ് ഈ സമയത്ത് വളരെ പ്രാധാന്യം. ഞാൻ അത്രയും പറഞ്ഞത് അതിനൊരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ പാടെ തമസ്കരിച്ച് കളയുകൊണ്ടുള്ള അവതരണമാണ്. എന്തുകൊണ്ട് നേരിട്ട് എന്തിനാണ് കൊടുക്കുന്നത്, അഥവാ ദരിദ്രരുടെ അവകാശത്തെ അവർക്ക് കൊടുക്കരുത്, അത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി ഔദാര്യമായിട്ട് കൊടുക്കണം, അവകാശത്തെ ഔദാര്യമായിട്ട് കൺവേർട്ട് ചെയ്യണം എന്ന ഒരു അബദ്ധവാദം കൂടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇബാദത്തിനെ കൃത്യമായ നിബന്ധനകളുള്ള, എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സാമൂഹിക നേട്ടങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരിടത്തെ ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു ഉള്ളടക്കമായി. അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഫറള അലാ അഗ്നിയാഇൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ധനികന്മാരുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു, ഫി അംവാലിഹിം, അവരുടെ സമ്പാദ്യങ്ങളിൽ, ബി ഖദരില്ലദി യസഉ ഫുഖറാഹും, അവരിലെ ദരിദ്രന്മാർക്ക് വിശാലമാകുന്ന ഒരു തോതിനെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കുന്നത്, അവരിൽ ആരെങ്കിലും വിശന്നാൽ, അവരിൽ ആരെങ്കിലും വസ്ത്രമില്ലാത്തവരായാൽ, അവർക്ക് ഉടുതുണി ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലാ ബിമാ യസ്നഉ അഗ്നിയാഉഹും, അവരിലെ ധനികന്മാർ ചെയ്യുന്ന ഒന്നുകൊണ്ടല്ലാതെയല്ല. എന്ന് പറഞ്ഞാൽ ധനികർ അത് കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ധനമുള്ള ഒരു ധനികനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംവിധാനങ്ങളുടെ പിന്നാലെ പോയി അവർക്ക് കൊടുത്ത് ഈ അവകാശികളായ ആളുകൾക്ക് ശരിയാവണ്ണം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശക്തമായ താക്കീതുണ്ട്, അലാവ ഇന്നല്ലാഹ യുഹാസിബുഹും ഹിസാബൻ ഷദീദൻ, അള്ളാഹു അവരെ ശക്തമായ വിചാരണ നടത്തും, വയുഅദ്ദിബുഹും അദാബൻ അലീമ. ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അള്ളാഹു അവരെ ശക്തമായ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുമെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഈ ആരാധനയെ ആ അർത്ഥത്തിൽ തന്നെ കാണുകയും മറ്റൊരു വഴിയിലേക്ക് എന്തെങ്കിലും ഒരു സാമൂഹ്യ ഗുണം പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും വിപ്ലവകരമായൊരു മാറ്റം ഇവിടെ സാധ്യമാണ്, അല്ലാതെ നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ട് ഇവിടെ എന്തുണ്ടായി എന്ന് ചോദിച്ച് പരിഹസിക്കുന്നതിൻ്റെ അപ്പുറത്ത് അവകാശികൾക്ക് അവർക്ക് ആഹാരം കഴിക്കണം, അവർക്ക് വസ്ത്രം ധരിക്കാൻ പറ്റണം, ആ അർത്ഥത്തിൽ അവരുടെ കാര്യങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ ഈ സംവിധാനത്തെ ഇസ്ലാം പറഞ്ഞ രീതിയിൽ, അഥവാ ഇസ്ലാമിക ഭരണകൂടം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 2 രീതി മാത്രമാണ് ഇതിനുള്ളത്. ആ 2 രീതിയിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. മറ്റൊരു മാർഗം ആലോചിക്കാൻ നമ്മുടെ മുന്നിൽ ഇല്ല എന്ന് തോന്നുന്നു, ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും നമുക്ക്. സമ്പത്ത് മനുഷ്യന് അള്ളാഹു നൽകുന്ന വലിയൊരു പരീക്ഷണമാണ്. അതെ, കൃത്യമായി എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് മതം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സാധ്യതകളെ മാത്രമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഏതായാലും സക്കാത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ വരുന്നത്, കൂടുതൽ വിഷയങ്ങൾ പഠിക്കാനും ആ ജാഗ്രത ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനും എല്ലാവർക്കും കഴിയുമെന്ന് തോന്നുന്നു. താൽക്കാലികമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.